വയനാട്ടിലേക്ക് പോകാം. വയനാട്ടിൽ നിന്ന് എം കമലാണ് നമ്മുടെ കൂടെ ചേരുന്നത്. കമൽ, ഗുഡ് മോർണിംഗ്. മഴയാണ്, വലിയ പ്രശ്നമാണ് വയനാട്, പ്രത്യേകിച്ച് വിനോദസഞ്ചാര കേന്ദ്രം, ഒരുപാട് ആൾക്കാർ എത്തുന്ന സ്ഥലം കൂടിയാണ് എന്ന് എടുത്തു പറയുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ജില്ലയിലെ ഒരു സാഹചര്യം? ഓറഞ്ച് അലേർട്ട് നൽകിയിരിക്കുകയാണ്. ഇപ്പോഴും വലിയ മഴയൊക്കെ ഉണ്ടോ? പൂജ, ഓറഞ്ച് അലർട്ടാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെല്ലാം അവധി നൽകിയിട്ടുണ്ട്. ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഇന്ന് പ്രവേശനം നിരോധിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള മുൻകരുതലുകളൊക്കെ എടുത്തിട്ടുണ്ട്. പക്ഷേ ഇന്നലെ രാത്രി ഒരു 10 മണിക്ക് ശേഷം മഴയുടെ ശക്തി അല്പം, മഴ മാറിയിട്ടില്ല, പക്ഷേ ശക്തി അല്പം കുറഞ്ഞു എന്ന് പറയാം. ഇന്നലെ രാവിലെ 8 മണി വരെ, അതായത് ഇന്നലെ രാവിലെ 8 മണി വരെയുള്ള 24 മണിക്കൂറിൽ സംസ്ഥാനത്തെ കണക്ക് വന്നപ്പോൾ ആദ്യത്തെ 4 പേരുകളും വയനാട് ജില്ലയിലുള്ള സ്ഥലങ്ങളായിരുന്നു. അതായത് 24 മണിക്കൂറിൽ ഏറ്റവും കൂടുതൽ മഴ പെയ്തത് വയനാടിൻ്റെ പടിഞ്ഞാറൻ മേഖലയായ നിരവിൽപ്പുഴ, വാളാന്തോട്, തേറ്റമല, പടിഞ്ഞാറത്ര ഡാം സൈറ്റ്, അതുപോലെ ബാണാസുര സാഗർ ഡാമിന്റെ കൺട്രോൾ ഷാഫ്റ്റ് തുടങ്ങിയ പ്രദേശങ്ങളിലാണ് ഏറ്റവും കൂടുതൽ മഴ പെയ്തിരുന്നത്. പക്ഷേ അതിനുശേഷം ഇന്നലെ രാത്രിയോടെ മഴയുടെ ശക്തി കുറഞ്ഞിട്ടുണ്ട്. ചില ഭാഗങ്ങളിലൊക്കെ വെള്ളം കയറി കിടക്കുന്നുണ്ട്, താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ. കൽപ്പറ്റയിലെ ഏതാനും റൈഡർമാരാണ് നമ്മുടെ കൂടെയുള്ളത്. രാവിലെ സ്ഥിരം പോകുന്ന വഴിയൊക്കെ ബ്ലോക്കാണോ? ആ, ബ്ലോക്കാണ്. തിരിച്ചു പോകുന്നത് ഞങ്ങള് നേരത്തെ. ഈ റോഡ് വെള്ളം കയറി കിടക്കുകയാണ്. മൊത്തം വെള്ളം. അവിടെ പുഴ ഉണ്ടല്ലോ, ക്രോസ് ചെയ്യുന്ന ഭാഗത്ത് സൈക്കിൾ പോകില്ല. മഴയാണെങ്കിൽ ഇത് മുടക്കില്ലല്ലേ? പക്ഷേ അല്ല, അതൊരു ആവശ്യമല്ലേ. എന്താണ് വഴി ബ്ലോക്കാ? വഴി ബ്ലോക്കാ. മൊത്തം വെള്ളം കയറിയിട്ട് പല സ്ഥലങ്ങളിലും സൈക്കിൾ ഓടിക്കാൻ പറ്റാത്ത രീതിയിലാണ്. ഓടിക്കാൻ ബുദ്ധിമുട്ടാണ്. ഈ പ്രദേശത്തുള്ള ആളുകൾ കൂടി ഉണ്ട്. വെള്ളം സാധാരണ കയറുന്ന അത്രയും കയറിയോ? ഇല്ല, എത്തിയിട്ടില്ല. അത് കുറച്ചുകൂടി മൂടാറുണ്ട്. ഇതിലൊന്നും ഞങ്ങൾക്ക് നടക്കാൻ പറ്റില്ല. ഈ ജംഗ്ഷൻ മൂടില്ല സാധാരണ? ജംഗ്ഷൻ മൂടും. പിന്നെ ഇവിടെ കാണുന്ന ഈ ഓവാലത്തിന്റെ ഏകദേശം നിറഞ്ഞു നിൽക്കും. ആള് യാത്ര ചെയ്യാനൊന്നും പറ്റില്ല. ഇന്നലെ രാത്രി കുറച്ച് കുറഞ്ഞോ മഴ? രാത്രി മഴ കുറവായിരുന്നു. ഇന്നലെ വൈകുന്നേരം ആകുമ്പോഴത്തേനും ഇവിടെയൊക്കെ ബ്ലോക്കായി, വഴി ബ്ലോക്കായി. പക്ഷേ രാത്രി മഴ കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ലെവലിൽ നിൽക്കുന്നത്. എന്തായാലും ഏറ്റവും വലിയ ആശ്വാസം ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ കഴിഞ്ഞ 24 മണിക്കൂറിലൊക്കെ വലിയ മഴ പെയ്തെങ്കിലും വയനാട്ടിൽ വലിയൊരു മഴക്കെടുതികൾ ആ രീതിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ആകെയുള്ളത് സുൽത്താൻ ബത്തേരിക്ക് അടുത്ത് കല്ലൂർ പുഴ കരകവിഞ്ഞ് ഏതാനും കുടുംബങ്ങളെ അവിടെ നിന്ന് മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. മറ്റ് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ മഴയുണ്ടെങ്കിലും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പൂജ, ശരി, വയനാട്ടിലെ സാഹചര്യമാണ് എം കമൽ ഇപ്പോൾ നമ്മളോട് പറഞ്ഞത്. കമൽ നിൽക്കുന്ന ആ പ്രദേശത്തൊക്കെ ചെറുതായിട്ട് വെള്ളം കയറിയിട്ടുണ്ട്, നിങ്ങൾ തന്നെ കണ്ടതായിരിക്കുമല്ലോ. അപ്പോൾ വയനാട്ടിലെ ജനങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. വിനോദസഞ്ചാര മേഖല, അവിടേക്കൊക്കെ പോകാതെ ഇരിക്കുക. പല വിധത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാകും. അത് ഈ മഴ സമയത്തൊന്ന് മാറ്റിവെക്കുക.